ബഹുമാനപ്പെട്ട ഹാഷ്മിക്ക് ഭ്രാന്തായി പോയെന്ന് ഞാൻ സംശയിക്കുകയാണ്. നമ്മൾ ഈ കോളേജിലൊക്കെ പോകുന്ന ചരിത്രം പഠിക്കാനാ. നിങ്ങൾ ഏത് കോളേജ് പഠിച്ചിട്ടായി ചരിത്രം? നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരാണ്. വി ഡി സതീശൻ പറയുകയാണ്, മുഖ്യമന്ത്രി വീടിനകത്ത് ഇരിക്കലാണ് ജനങ്ങൾക്ക് നല്ലത്. രമേശ് ചെന്നിത്തല പറയുന്നു കേരളത്തിനൊരു പൊതുശല്യമാകുന്നു മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രി പോകുന്നിടങ്ങളിലൊക്കെ ജനം ബുദ്ധിമുട്ടുന്നത് കേരളം നേരിട്ട് കാണുകയല്ലേ ശ്രീ അൽകുമാർ? ആദ്യം ബഹുമാനപ്പെട്ട ഹാഷ്മിക്ക് ഭ്രാന്തായി പോയെന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്തെല്ലാമാണ് ആ ഇൻട്രോയിൽ പറഞ്ഞു വെച്ചത്? അതിൻ്റെ മറുപടി പറയാൻ തന്നെ ഏതാണ്ട് 1 മണിക്കൂർ എനിക്ക് വേണ്ടി വരും. അതിൽ പുന്നപ്ര വയലാറിനെ കുറിച്ച്, കയ്യൂർ കരിവള്ളൂരിനെ കുറിച്ച്, തീണ്ടാപ്പാട് അകലെ, വേഗസഞ്ചാരം, ഇങ്ങനെ കുറേ പ്രയോഗങ്ങളുണ്ട്. നിങ്ങൾ വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കുന്ന പോലെ ഇങ്ങനെ കുറേ പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ആരൊക്കെയോ ഉണ്ടാക്കുന്ന ഒരു കള്ളക്കഥയുടെ തുടർച്ചയായിട്ട് ഒരു പ്രതീതി നിർമ്മാണം നടത്തുമ്പോൾ അതിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഫാക്ടർ ചൂണ്ടിക്കാണിക്കാമോ? അതിലെന്തെങ്കിലും എനിക്ക് ഭ്രാന്ത് എന്ന് തോന്നാൻ പറയുന്നത് കേൾക്കൂ. ഒരു ഫാക്ടറെങ്കിലും വസ്തുതാവിരുദ്ധമായി ചൂണ്ടിക്കാണിക്കാം. ഭ്രാന്തിന്റെ ഉത്തരം പറയാം. 21 തവണ വിജയകരമായി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി പിടിക്കപ്പെട്ടൊരു സ്ത്രീ അവരവരുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ RSSകാരനായ ഒരു വക്കീലിനെ കൂടെ നിർത്തി പൊട്ട കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കള്ളമെല്ലാം കൂടെ എഴുന്നള്ളിച്ച് ബിരിയാണി ചെമ്പും ഉരുളിയൊക്കെ ആയിട്ട് എറിയാൻ നടക്കുന്ന ഒരു കൂട്ടരുടെ സമരവും തമ്മിൽ എന്തൊരു താരതമ്യമാണ് കാശ്മീർ. വേണ്ടായിരുന്നു. നമ്മൾ ഈ കോളേജിലൊക്കെ പോകുന്ന ചരിത്രം പഠിക്കാനാ, വർത്തമാനത്തെ ചരിത്രവുമായി ബന്ധിപ്പിക്കാനാ. നിങ്ങൾ ഏത് കോളേജ് പഠിച്ചിട്ടായി ചരിത്രം? ഒരു കള്ളക്കടത്തുകാരുടെ ഏതെങ്കിലും വിഷയത്തിലാണോ കേരളത്തിൽ പുന്നപ്ര വയലാർ ഉണ്ടായത്? ഞാൻ ആ സമരങ്ങൾ ഈ സമരവുമായി താരതമ്യം ചെയ്യുകയാണെന്ന് അങ്ങേക്ക് തോന്നിയതാണ്, അങ്ങ് വേറെ ഏതോ ഒരു ആലോചന തോന്നിയതാണ്. ശ്രീ അൽകുമാർ, ഞാൻ CPM-നെ അങ്ങേ അടക്കം ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത് ഈ സമരം ഭീകരപ്രവർത്തനം, ശ്രീ അൽകുമാർ, ഈ സമരത്തെ ഭീകരപ്രവർത്തനമെന്ന് അധിക്ഷേപിക്കുന്ന നിങ്ങൾ, കേരയിൽ കാലത്ത് വിദ്രോഹ സഖ്യമെന്ന് അധിക്ഷേപിക്കുന്ന നിങ്ങൾ സമരത്തിലൂടെ വളർന്നു വന്നതാണേ എന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. വയലാറും കരിവള്ളൂരും കയ്യൂരും ചൂണ്ടിക്കാട്ടി. അവനൊന്നും അറിയില്ലതാമോ. അങ്ങനെ കയ്യൂരും കരിവള്ളൂരും പുന്നപ്ര വയലാറും ഒന്നും ഏതെങ്കിലും ചില മാധ്യമ ജഡ്ജിമാർക്കിട്ട് അടിക്കാനുള്ളതല്ല, ആടാനുള്ളതല്ല. ചരിത്രത്തിലെ അടയാളങ്ങളാണ്. അത് ഈ ഉരുളിയേറ് സമരക്കാർക്ക് വേണ്ടി സമീകരിക്കാനും ഞങ്ങളെ ആക്രമിക്കാനുമുള്ള ആയുധങ്ങളാക്കുമ്പോൾ അത് ഇങ്ങോട്ട് ഇറക്കണ്ടെന്ന് തന്നെ പറയും. അത് കേരളം സ്വീകരിക്കാൻ പോകുന്നില്ല. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് എന്താ പറയണത്? കരിങ്കൊടി കാണാൻ മേല, കറുപ്പ് കാണാൻ മേല. മുഖ്യമന്ത്രിയുടെ കാറിന് നിറം കറുപ്പാണല്ലോ. വലതുപക്ഷ വിദ്രോഹ സഖ്യത്തിന് EP ജയരാജൻ പറയുന്നു, സാർ മാസ്ക് ഇടണം എന്താ ഇത്ര നിർബന്ധം? കറുത്ത മാസ്ക് എന്താ ഇത്ര നിർബന്ധം? കറുത്ത ഷർട്ട് എന്താ ഇത്ര നിർബന്ധം? അലക്സ് റാം മുഹമ്മദ് അവിടെ നിൽക്കട്ടെ. EP ജയരാജൻ പറഞ്ഞ മറുപടി പറ. എനിക്കറിയില്ല. കേരളത്തിലെ മുഴുവൻ മനുഷ്യരും വീട്ടിൽ ഇരുന്നപ്പോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച ഒരേ ഒരു മനുഷ്യന്റെ പേരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ മനുഷ്യരെല്ലാവരും വീട്ടിൽ ഇരുന്നപ്പോഴും ആരും പട്ടിണി കിടക്കരുത് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ മുഖ്യമന്ത്രി വീട്ടിലിരിക്കണം എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ വീട്ടിലിരുത്തിയിട്ടാണ് മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയനെ വീണ്ടും കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിച്ചത്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്താണ് EP ജയരാജൻ കേരളത്തോട് ചോദിക്കുന്നു? നിങ്ങൾക്ക് കറുത്ത മാസ്ക് ധരിക്കണം എത്ര നിർബന്ധം എന്താണ്? നിങ്ങൾക്ക് കറുത്ത ഷർട്ട് ധരിക്കണം എത്ര നിർബന്ധം എന്താണ്? ഇത് ഏത് കേരളമല്ലേ ശ്യാൽകുമാർ? കാശ്മീരുടെ ഇന്നലത്തെ ഇൻട്രോയ്ക്ക് ശ്യാൽകുമാർ, നിങ്ങൾക്ക് ബീഫ് കഴിക്കണം എന്താണ് ഇത്ര നിർബന്ധം? നിങ്ങൾക്ക് ഹിജാബ് ധരിക്കണം എന്താണ് ഇത്ര നിർബന്ധം എന്ന ഫാസിസ്റ്റ് വായ്ത്താരിയുടെ മോണോലോഗാണ് EP ജയരാജൻ പറയുന്നത്. ശ്യാൽകുമാർ, നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താ കൂട്ടിക്കൊടുപ്പ്? നമ്മൾ ചില സീൻ മാത്രം ചില മാധ്യമങ്ങൾ കിട്ടുന്നതിന് കാര്യം എന്താണ്? എവിടെ ഏത് ഓപ്പറേഷനാണ് മുഖ്യമന്ത്രിയുടെക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ നടക്കുന്നതെന്ന് മാധ്യമങ്ങൾ കൂട്ടുനിന്നിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കരിങ്കൊടിയല്ലോ, മാസ്കിന്റെ കാര്യമല്ലേ ചോദിച്ചു. നിങ്ങൾ ഏത് ഷർട്ട് ഇടണം, നിങ്ങൾ ഏത് മാസ്ക് വെക്കണം എന്ന് കേരളത്തെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം നമുക്ക് മാധ്യമങ്ങളുടെ കൂട്ടിക്കെടുപ്പ് സംസാരിക്കാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ബീഫ് കഴിക്കാൻ എന്താണ് നിർബന്ധം എന്ന ചോദ്യം ഉയരുന്നത്. എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് നീ കഴിക്കരുത് എന്നതല്ലേ അർത്ഥം? ഹിജാബിൽ എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് നീ ധരിക്കരുത് എന്നതല്ലേ അർത്ഥം? കറുത്ത മാസ്കിൽ എനിക്ക് ഇഷ്ടമല്ല നീ ധരിക്കരുത് എന്നതാണ് എന്റെ അർത്ഥം. ശ്യാൽകുമാർ, മാസ്ക് കറുത്ത ധരിച്ചേ പോകുള്ളൂ എന്ന് വാശി പിടിക്കണമെന്ന് EP ജയരാജൻ ചോദിച്ചത് ശരിയാണ്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ശ്യാൽകുമാർ, അങ്ങ് നേരത്തെ പറഞ്ഞു വാരിക്കുന്തത്തിന്റെ സമരചരിത്രം. വാരിക്കുന്തത്തിന്റെ പിന്മുറക്കാർ ഒരു മാസ്കിനെ പേടിക്കുന്നു. MP ഗോവിന്ദൻ പറയുകയാണ് മാസ്ക് പ്രതിഷേധായുധമാക്കുമെന്ന്. എങ്ങനെ ശ്യാൽകുമാർ? മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിനകത്ത് കറുത്ത മാസ്ക് ധരിച്ചുകൊണ്ട് പോകണം ആർക്കാ നിർബന്ധം? ആ നിർബന്ധമുള്ളവന്റെ രോഗം വേറെയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ ചടങ്ങെന്ന് പറയുന്നത് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി തകർക്കാനും
അവിടെ വെടിവെപ്പുണ്ടാക്കാനും ഒരു മാസ്ക് നിങ്ങൾ ഒരു കാര്യം ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അങ്ങ് തുടക്കത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞില്ലേ എനിക്കെന്തോ ഭ്രാന്തായി ശ്യാൽകുമാർ അങ്ങ് തുടക്കത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞു എനിക്കെന്തോ ഭ്രാന്തായി. ഞാനത് തിരിച്ചു പ്രയോഗിക്കാത്തത് എന്റെ മര്യാദ കൊണ്ടാണ്. പക്ഷെ അങ്ങ് താ പറയുകയാണ് വെടിവെപ്പ്, മാസ്കിന് വെടിവെപ്പോ? എങ്ങനെ? എനിക്ക് ഭ്രാന്തായിട്ടില്ല, എനിക്ക് ചരിത്രബോധമുണ്ട്. ആ ചരിത്രത്തെ അതിനെ വിടർത്തുന്നില്ല. ഞാൻ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ തന്നെ മദ്രാസിൽ നിന്ന് ഇവിടം വരെ കെട്ടിയെടുക്കേണ്ട കാര്യമില്ല. ഒരു മാധ്യമ പ്രവർത്തക ഞങ്ങളുടെ സർക്കാരിനും ഞങ്ങളുടെ തമ്പുരാനും എതിരായി സംസാരിച്ചാൽ അയാൾക്ക് ഭ്രാന്ത്. ഞങ്ങളുടെ തമ്പുരാനെതിരെ നിങ്ങൾ ആരെങ്കിലും ഇൻട്രോ പ്രയോഗിച്ചാൽ അത് മാരകായുധമായി കണ്ടുകൊണ്ട് നിങ്ങൾ ശത്രുവായി പ്രഖ്യാപിക്കും. ഇതല്ലേ പണ്ട് ഇവിടുത്തെ സംഘപരിവാരത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അവർ പറഞ്ഞത്. എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഇന്ന് ഒരു കറുത്ത മാസ്ക് കാണുമ്പോൾ പേടിച്ചോടുകയാണോ? കറുപ്പിനോട് കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത വിഭ്രാന്തിയാണോ? ആരാ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇത്ര വിറയല്? ജനങ്ങളെക്കാൾ വലുതൊന്നുമല്ല ഒരു പിണറായി വിജയനും. അയാള് വെറും വെകിളി വാസു. ഹാഷ്മി വിരലുണ്ട് കേട്ടോ. ഇവരെത്ര ചൊടിപ്പിച്ചാലും ഹാഷ്മി വിരലില്ല. ഹാഷ്മിക്ക് ഭ്രാന്താണെന്ന് പറയും, ഹാഷ്മി വർഗീയവാദിയാണെന്ന് പറയും, ഹാഷ്മി രാക്ഷസനാണെന്ന് പറയും. വിരലുണ്ട് അവിടെ, ധൈര്യമായിട്ടിരിക്കുക. നൂറുകണക്കിന് ആളുകൾ ഞങ്ങളെ എതിർത്തിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഭ്രാന്തനെന്ന് വിളിച്ചിട്ടില്ല. അവിടെ ഇരിക്കുക, തന്റെ ഇടത്തോടെ ഇരിക്കുക. ഇവിടെ ഇവരൊന്ന് ചെയ്യുന്നത് കാണട്ടെ. അതെ, വെറുതെ ധൈര്യം ആളെ കൊല്ലാൻ നോക്ക.